ഹലോ, അപ്പോൾ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഈ സീരീസിലെ. നമ്മൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചിരിക്കും അല്ലേ? ഇനി ഇംഗ്ലീഷ് പേടിയാ, എനിക്കിത് പറയാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവരുത് കേട്ടോ. നമ്മൾ ഈ സീരീസ് കഴിയുമ്പോഴേക്കും അങ്ങനത്തെ ഈ കോൺഫിഡൻസിന് ഇഷ്യൂസില്ലേ, ബാക്കി നിങ്ങൾ കുറച്ച് ടെൻസുകളൊക്കെ പഠിക്കണേ, അതെനിക്കിതിൽ പറഞ്ഞുതരാൻ പറ്റില്ല. ആ ടെൻസിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലേ? അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ താഴെ ലിങ്ക് ചെയ്യാം. കാണാത്തവർ ഇതിൻ്റെ ഒപ്പം അതും കൂടെ കണ്ടിട്ട് അതിങ്ങ് തീർക്കണേ. അപ്പോൾ ഇംഗ്ലീഷിലെ ആ ഗ്രാമറൊക്കെ പറഞ്ഞു തരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതും ഇതിൻ്റെ ഒപ്പം കൊണ്ടുപോയാൽ നമുക്ക് ഇംഗ്ലീഷ് അങ്ങോട്ട് സൂപ്പറാക്കാം കേട്ടോ. ഞാനൊന്ന് റെഡി ആവട്ടെ. ഓക്കെ, അപ്പോൾ റെഡി ആയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ആദ്യം ഒന്ന് റിവൈസ് ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? പഠിച്ചു, ആ വഴിക്ക് അതങ്ങ് മറന്നു അല്ലേ? പിന്നെ നമ്മൾ അവസാനം എഴുതി വയ്ക്കും എല്ലാം നന്നായിരുന്നു ക്ലാസ്സൊക്കെ, പക്ഷേ എല്ലാം മറന്നു പോയിന്ന്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ റിവൈസ് ചെയ്യാം. ചോദിക്കട്ടെ, റെഡിയാണല്ലോ? നിങ്ങൾ വീട്ടിലെത്തി, ബിസ്ക്കറ്റിൻ്റെ ടിൻ തുറന്നു നോക്കി, ഫ്രിഡ്ജ് തുറന്നു നോക്കി, കാലിയാണ്, നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക? there's nothing to eat. there's nothing to eat. വീട്ടിൽ ബോറടിച്ചിരിക്കുക, കറണ്ടുമില്ല, എന്തെങ്കിലും വായിക്കാന്ന് വെച്ചാൽ പത്രമില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? there's nothing to read. റീഡ് എന്ന് വെച്ചാൽ വായിക്കുക. ഒക്കെ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ലെസനാണ്. ഇനി വായിക്കാനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലെ ആരെങ്കിലും വന്ന് പറയും, നീ പേടിക്കണ്ട, വായിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നീ പേടിക്കണ്ട. there is something to read. വായിക്കാൻ എന്തൊക്കെയോ ഉണ്ട് അവിടെ. there is something to read. എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടെടാ, അങ്ങനെ പറയും നമ്മൾ. അതിനെന്താ പറയുക? there are many problems. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പം ഒരാൾ ഒരു കമൻറ്റ് ചോദിച്ചാണ്, there എന്ന് വെച്ചാൽ അവിടെ എന്നല്ലേ. അപ്പോൾ ഇങ്ങനെ there are many problems അല്ലെങ്കിൽ there's nothing to eat, അവിടെ ഒന്നുമില്ല, അങ്ങനത്തെ അർത്ഥമല്ലേ വരണേന്ന് ആരോ ഒരാൾ ചോദിച്ചിരുന്നു. ഞാൻ റിപ്ലൈ കൊടുത്തണോ? ഞാൻ എടുത്തു വെച്ചിരുന്നു റിപ്ലൈ ഒന്ന് വിശദീകരിച്ച് കൊടുക്കാൻ. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പഠിച്ചാൽ, ഓരോ വാക്കിനും ഓരോ അർത്ഥം വെച്ച് പഠിച്ചാൽ മലയാളം പോലും നമുക്ക് മര്യാദയ്ക്ക് പറയാൻ പറ്റില്ല അല്ലേ? ഇപ്പം കയറ് എന്നൊക്കെ പറഞ്ഞാൽ, കയറ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചകിരി പിരിച്ചുണ്ടാക്കുന്ന സാധനമല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് ബസ്സിൽ അയാൾ കയറ് എന്ന് പറഞ്ഞു. അയാൾ എന്താ കയറ് കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും സാധനമാണോ ആലോചിച്ചിരുന്നത്? അങ്ങനത്തെ ഒരു ഇതാണ്. നിങ്ങൾ ദേർന്ന് വെച്ചാൽ അവിടെയല്ലേ, അപ്പോൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ചില കാര്യങ്ങൾ വേറെ ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കും, ചില വാക്കുകൾ. ഇപ്പോൾ there are many problems എന്ന് വെച്ചാൽ അവിടെ അല്ല, എല്ലാ സ്ഥലത്തും എന്ന് വെച്ചാൽ നമുക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ പൊതുവേ there are അല്ലെങ്കിൽ there is ഉപയോഗിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ വെച്ച് ദയവ് ചെയ്ത് പഠിക്കരുത്. ചില കാര്യങ്ങൾ അങ്ങനെ പഠിക്കാം. അപ്പം ഞാൻ, എൻ്റെ, എനിക്ക്, അങ്ങനത്തെയൊക്കെ വാക്കുകൾ എല്ലാ ലാംഗ്വേജിലും അങ്ങനത്തെ ഒരു വാക്കുണ്ടാവും അല്ലേ? ഇനിയിപ്പോൾ ഏതെങ്കിലും ലാംഗ്വേജ് ഇല്ലെങ്കിൽ നിങ്ങൾ ആ ലാംഗ്വേജിൽ ഇങ്ങനത്തെ വാക്കില്ല എന്ന് പറയേണ്ട. പൊതുവേ ഞാൻ കണ്ടിട്ടുള്ള ലാംഗ്വേജസിലൊക്കെ ഇങ്ങനെ ഞാൻ, എനിക്ക്, അവൻ, അവൻ്റെ എന്നൊക്കെ പറയാൻ ഒരു വാക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ പഠിച്ച് നമുക്ക് ഈ ലാംഗ്വേജ് ലേണിംഗ് ജേർണിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കാൻ നല്ലതാണ്. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി പഠിച്ച് വലിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കുമ്പം ഈ കയറ് പോലത്തെ പ്രശ്നങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച സംഭവം എന്താ? കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് മയത്തി പറയുകയാണെങ്കിൽ കുറേ ഉണ്ടാവും, പക്ഷെ നമ്മളങ്ങനെ കുറേ ഉണ്ടെന്ന് പറയാണ്ട് കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് പറയും? there are a few problems അല്ലേ? there are a few problems. a few എന്ന് വെച്ചാൽ കുറച്ചുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. ഇനി വളരെ കുറച്ച് പ്രോബ്ലംസേ ഉള്ളൂ, അതൊന്നൊരു പ്രോബ്ലമായിട്ട് കണക്കാക്കാനേ പറ്റില്ല, അങ്ങനെയാണെങ്കിലോ there are few problems. വളരെ കുറച്ച് പ്രോബ്ലംസേ ഉള്ളൂ എന്നാണ് there are few problems. അപ്പോൾ ഏടെ ഒരു ശക്തി ഉണ്ടോ? a few problems എന്ന് പറഞ്ഞാൽ കുറേ പ്രോബ്ലംസായി. എടുത്ത് കളഞ്ഞാൽ പ്രോബ്ലം ഇല്ല താനും. പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാ കേസിലും പ്രോബ്ലം ഇല്ല എന്ന് അർത്ഥമില്ല കേട്ടോ. അപ്പോൾ ചില കേസിൽ there are few problems എന്ന് പറഞ്ഞാൽ ഒരു വളരെ മൈനറായ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, ഒട്ടും ഇല്ല എന്നർത്ഥം ഉണ്ടാവണമെന്നില്ല. ചില കേസിൽ there are few എന്ന് പറഞ്ഞാൽ ഒട്ടും ഇല്ല എന്നർത്ഥം വരും. അത് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇത് ഒരാൾ ചോദിച്ചിരുന്നു. എനിവേ, അടുത്ത ചോദ്യം ചോദിക്കണേ. നിങ്ങൾ എപ്പോഴെങ്കിലും അവളോട് സംസാരിച്ചിട്ടുണ്ടോ? ഭയങ്കര സുന്ദരിയായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഒരു കുട്ടി നമ്മുടെ കോളേജിലേക്ക് വന്നു. എപ്പോഴെങ്കിലും അവളോട് സംസാരിച്ചിട്ടുണ്ടോ? നീ നിൻ്റെ ലാബിലാണോ അവൾ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചോദിക്കുക? എപ്പോഴെങ്കിലും നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ഒരാളടുത്ത് ചോദിക്കണമെങ്കിൽ ഹാവ് യു എവർ സംസാരിച്ചിട്ടുണ്ടോ? ടോക്ക്ഡ് ടു ഹെർ. ശ്രദ്ധിക്കേണ്ടത് ടോക്ക് ടു ഹെർ എന്ന് പറയരുത്. ടോക്ക്ഡ്. ഹാവ് യു എവർ ടോക്ക്ഡ് ടു ഹെർ. എപ്പോഴെങ്കിലും അവളോട് സംസാരിച്ചിട്ടുണ്ടോ? ഇതൊരു കോമൺ മിസ്റ്റേക്കാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആ സംഭവത്തിന് ഹാവ് യു എവറിൽ മാത്രം ഫോക്കസ് ചെയ്ത് അപ്പുറത്തെ വേർബ് തെറ്റിക്കും. തെറ്റരുതേ. എന്ത് തെറ്റരുതെന്ന് പറഞ്ഞേ? ടോക്ക് എന്ന് പറയരുത്, ടോക്ക്ഡ്. ഹാവ് യു എവർ ടോക്ക്ഡ്. ഓക്കെ, V3 ആണ് കേട്ടോ ഫോം. ഞാൻ ഒരിക്കലും അവരോട് സംസാരിച്ചിട്ടില്ല. എങ്ങനെ പറയും?
എല്ലാ ദിവസവും അവളുടെ ഫോൺ നമ്പറും വാങ്ങിച്ചു വെച്ച് എല്ലാ ദിവസവും അവളോട് സംസാരിക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ എന്നാലും പറയാം എങ്ങനെയാണ്, ഞാൻ ഒരിക്കലും അവളോട് സംസാരിച്ചിട്ടില്ല. അതെങ്ങനെയാണ് പറയാം? ഐ ഹവ് നെവർ ടോക്ഡ് ടു ഹെർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ ചോദിക്കാം, ഹാവ് യു എവർ ടോക്ക് ടു ഹെർ? ഉത്തരം ഐ ഹവ് നെവർ. ഈ ഐഫ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ആണ്, പക്ഷെ നമ്മളത് എടുത്ത് പറയരുത്. പറഞ്ഞത് ശീലിച്ചാൽ പിന്നെ അത് വായിന്ന് പോവില്ല. ഐഫ് എന്നാണ് ഐ ഹാവ് എന്നുള്ളതിന് നമ്മൾ എപ്പോഴും ചുരുക്കി പറയാം കേട്ടോ. ഐ ഹവ് നെവർ ടോക്ക് ടു ഹെർ. ടോക്ഡ് ടു ഹെർ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ടോക്ക് ടു ഹെർ അല്ല, ടോക്ഡ് ഉണ്ട് കേട്ടോ. ടോക്ഡ് ടു ഹെർ. അടുത്തത്, ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ അവൾ ഒരിക്കലും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. അതെങ്ങനെ പറയും? അവൾ ഒരിക്കലും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. ഷീ ഈസ് നെവർ ടോക്ഡ് ടു മീ. അപ്പോൾ അവിടെ ഷീസ് എന്ന് പറഞ്ഞാൽ ഷീ ഹാസ്, അതാണ് ചുരുക്കിയിട്ട് ഷീസ് എന്ന് പറയുന്നത് കേട്ടോ. ഷീസ് നെവർ ടോക്ക് ടു മീ. ഈ ഷീസ് എന്ന് പറയുന്നത് പല കാര്യത്തിൻ്റെ ചുരുക്കാവാം. ഷീ ഇസ് എ ഗേൾ, ഷീസ് എ ഗേൾ അങ്ങനെ പറയാം. അപ്പോൾ ഷീ ഇസ്ന് ഷീസ് എന്ന് പറയും. ഷീ ഹാസിനും ഷീസ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഈ കോൺട്രാക്ഷൻ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഇത്തിരി അനുഗ്രഹമാണല്ലേ. ആരും മനസ്സിലാക്കില്ല നമുക്ക് ഈസാണോ ഹാസാണോ. പക്ഷെ നിങ്ങൾക്ക് അറിയണം കേട്ടോ, കോൺട്രാക്ഷൻ വെച്ച് നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ശരിക്കും അവിടെ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒപ്പിച്ചു പോകരുത് കേട്ടോ. ഒപ്പിക്കാൻ നിന്നാണല്ലോ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് പണി കിട്ടും, നല്ലൊരു പണി കിട്ടും. അപ്പോൾ വീണ്ടും തകിടം പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ടിങ് ഫസ്റ്റ് വീഡിയോയിലേക്ക് പോകേണ്ടി വരും. അതാണ് പറയണത്, ബേസ് നല്ല ക്ലിയർ ആയിട്ട് പോവാം കേട്ടോ. പിന്നെ കുറേ പേരൊക്കെ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ട് കോഴ്സ് വാങ്ങിച്ചിരുന്നു. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാൻ ഉടൻ തന്നെ കുറച്ചുകൂടെ കോൺടാക്റ്റ് ചെയ്യാൻ എളുപ്പത്തിനുള്ള രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ ആയിക്കഴിഞ്ഞിട്ട് അറിയിക്കാം. പിന്നെന്താ പറയാനുള്ളത്, കോഴ്സ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. അല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ അയച്ചാൽ മതി. എന്തെങ്കിലും അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കുറേ പേര് എനിക്കൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് വാട്സാപ്പ് നമ്പർ ചോദിക്കാറുണ്ട്. ഇങ്ങനെ എല്ലാവരും സംസാരിക്കുന്നൊന്നും ഞാൻ എപ്പോഴാണ് ഈ കോഴ്സോ വീഡിയോ ഒക്കെ ഉണ്ടാക്കുക? നിങ്ങളുടെ പ്രശ്നം എനിക്ക് കുറച്ച് പേര്, ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഒരു ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരും സെയിം പ്രോബ്ലമാണ്. നിങ്ങളുടെയൊക്കെ പ്രോബ്ലം ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് പറഞ്ഞുതരാം, നിങ്ങളുടെ പ്രോബ്ലം എന്തായിരിക്കും. അതെനിക്കറിയാം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കോഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വല്ല സ്പെസിഫിക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ വല്ല പ്രതിവിധിയും വല്ല ഉണ്ടെങ്കിൽ എനിക്ക് സഹായിക്കാൻ പറ്റുന്നത് ഞാൻ സഹായിക്കാം. അതിന് ഇമെയിൽ അയച്ചാൽ മതി. ഇമെയിൽ ആകുമ്പോൾ എനിക്ക് എൻ്റെ സൗകര്യത്തിന് നോക്കാം, നിങ്ങളുടെ സൗകര്യത്തിന് അത് അയക്കാം. മറ്റേ വാട്സാപ്പ് അതൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ആകുമ്പോൾ ആ മെസ്സേജൊക്കെ അങ്ങോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്, കാണാതിരിക്കാനും പിന്നെ അതിൻ്റെ ഒരു റിപ്ലൈ, അതിൻ്റെ ഓർഡർ കിട്ടില്ല. ഇമെയിൽ ആകുമ്പോൾ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് കിട്ടും. അതാണ് ഞാൻ എപ്പോഴും ഇമെയിലാണ് പ്രിഫർ ചെയ്യുക. അല്ലാണ്ട് ഇമെയിൽ ഉപയോഗിച്ച് നിങ്ങളെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ. ചില ആൾക്കാരുണ്ട് എന്തിനാണ് ഇമെയിൽ ചോദിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നിന്നൊക്കെ. ഇമെയിൽ കൺവീനിയൻ്റ് ആണ്, ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഇമെയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത്, ഞാനൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതെങ്ങനെ പറയും? വളരെ സത്യസന്ധരായ മനുഷ്യനല്ലേ ഞാൻ, ഇതുവരെ ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ ഐ ഹവ് നെവർ സെഡ് എനിത്തിങ്. ഒരു വാക്കും ഞാൻ പറഞ്ഞിട്ടില്ല. ഐ ഹവ് നെവർ എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും, എന്നിട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ അത് പറയാം. എനിത്തിങ് എന്ന് വെച്ചാൽ ഒന്നും. ഐ ഹവ് നെവർ സെഡ് എനിത്തിങ്. ഇതൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഞാനവിടെ പോയിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഗോൺ എന്നുള്ള വാക്ക് ഉപയോഗിക്കാണ്ട് ബിൻ, BEN, ബീൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്ത് ഈ സെൻറ്റൻസ് പറയണം. എവിടെയെങ്കിലും പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് പറയുമ്പോൾ ബീൻ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക. എങ്ങനെ പറയാം? ഞാൻ ഒരിക്കലും അവിടെ പോയിട്ടില്ല. അവിടെ എന്ന് പറയാൻ ഇവിടെ നമ്മുടെ ആ കുട്ടി ഡൗട്ട് ചോദിച്ച കുട്ടി ദേർന്ന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കലും അവിടെ പോയിട്ടില്ല. ഐ ഹവ് നെവർ ബിൻ ദെയർ. ഐ ഹവ് നെവർ ബിൻ ദെയർ. ഇത് മതിയോ ഞാൻ ചോദിക്കും. ഇസ് ഇറ്റ് ഇനഫ്? ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം, ചോറോ എന്തെങ്കിലും അല്ലേ, മതിയോ എന്ന് ചോദിക്കില്ല നമ്മൾ. അതുമാതിരി ഇത്തിരി മോര് കൂട്ടിയിട്ട് ഇത്തിരി എന്ന് ചോദിക്കും, ഇത് മതിയോ? ഈസ് ഇറ്റ് ഇനഫ്? ഈസ് ഇറ്റ് ഇനഫ്? എനിക്കിതൊന്നും പോരാ കേട്ടോ. അങ്ങനെ പറയണമെങ്കിലോ, ഇറ്റ് ഈസൻറ്റ് ഇനഫ് ഫോർ മീ. എനിക്ക് ആവശ്യത്തിന് ഇതില്ല. രണ്ട് കയ്യിലിട്ടുകൊണ്ട് എന്താവാനാ? എൻ്റെ ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് അറിയില്ല. ഇറ്റ് ഈസൻറ്റ് ഇനഫ് ഫോർ മീ. ആ ചോറ് വിളമ്പണ കുട്ടീനെ ഇങ്ങോട്ട് വിളിക്കൂ, ഇറ്റ് ഈസൻറ്റ് ഇനഫ് ഫോർ മീ. ഓക്കെ, ഇനി കുറേ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് പാലായോ, മതിയോ, ഇത്രയും മതിയോ എന്ന് ചോദിക്കാൻ ഈസ് ദർ ഇനഫ് മിൽക്ക് ഫോർ യു? നമ്മൾ പാലൊക്കെ കുറേ പേർക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്ത് നമ്മളങ്ങ് അടുക്കളയ്ക്ക് പോയി. അപ്പോൾ നമുക്കൊരു സംശയം, അയാൾ കുറച്ച് പാല് കൂടുതൽ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ വിളിച്ചു ചോദിക്കുക, ആവശ്യത്തിന് മിൽക്ക് ഉണ്ടോ അവിടെ? ഈസ് ദർ ഇനഫ് മിൽക്ക് ഫോർ യു? ഈസ് ദർ ഇനഫ് മിൽക്ക് ഫോർ യു? നിനക്ക് ആവശ്യത്തിന് പാലുണ്ടോ അവിടെ? മനസ്സിലായോ? അല്ലെങ്കിൽ
ഈസ് ഇറ്റ് ഇനഫ്? പാല് മതിയോ? അങ്ങനെ ചോദിക്കാം. പല രീതിയിൽ ചോദിക്കാം. ആ സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിലായോ നിങ്ങൾക്ക്? ഈസ് ദെയർ ഇനഫ് എന്താണെന്ന് വെച്ചാൽ സാധനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ആവശ്യത്തിനുണ്ടോ എന്ന് ചോദിക്കാൻ ഫോർ യു. ഈസ് ദെയർ ഇനഫ്? ഒരു സാധനം പറഞ്ഞേ. ഈസ് ദെയർ ഇനഫ് റൈസ് ഫോർ യു? ഈസ് ദെയർ ഇനഫ്? എന്താണ് പറയുക? ഈസ് ദെയർ ഇനഫ് എന്തെങ്കിലും ഒരു സാധനം ഫോർ യു. അതൊന്ന് ഒരു സെൻറ്റൻസ് എഴുതൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആളുടെ അടുത്ത് നിന്നിട്ട് ഇത് മതിയോ എന്ന് ചോദിക്കാൻ ഈസ് ഇറ്റ് ഇനഫ്? മതിയോ? ഈസ് ഇറ്റ് ഇനഫ്? ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കണം. അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. രണ്ടാൾക്ക് ആവശ്യത്തിനുള്ളതുണ്ട്. അതിങ്ങനെ പറയും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാൽ ദേർസ് ഇനഫ് ഫോർ 2 people. ഞങ്ങൾ 3 പേരുണ്ട്. ദേർസ് ഇനഫ് ഫോർ 2 people. അവൻ ഒന്നും കഴിക്കില്ല, അവൻ സാധാരണ കഴിക്കാറില്ല. ഞങ്ങൾ 3 പേരുണ്ട്, ഞങ്ങൾ 2 പേർക്കുള്ളത് മതി. ദേർസ് ഇനഫ് ഫോർ 2 people. ഓക്കെ, അപ്പോൾ അത് മതി. അപ്പോൾ ഒരാൾക്ക് കൂടെ വേണ്ടിയിരുന്നെങ്കിൽ എങ്ങനെ പറയും? ദെയർ ഈസിൻറ്റ് ഇനഫ് ഫോർ 3 people. ഞങ്ങൾ 3 പേരുണ്ട്, ഞങ്ങൾക്ക് 3 പേർക്കും ആവശ്യത്തിനില്ല ഇത്. ദെയർ ഈസിൻറ്റ് ഇനഫ് ഫോർ 3 people. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ കുറച്ച് ഫ്രേസസ് പഠിക്കാൻ പോവാണ്. ഇപ്പോൾ ദെയർ ഇസ് ഇനഫ് മിൽക്ക്, അല്ലെങ്കിൽ ഇസ് ദെയർ ഇനഫ് മിൽക്ക്, അല്ലെങ്കിൽ ഈസ് ഇറ്റ് ഇനഫ്, ഇങ്ങനത്തെ സെൻറ്റൻസുകളൊക്കെ വളരെ വളരെ യൂസ്ഫുള്ളാണ്. ദയവ് ചെയ്ത് അതൊന്നും മറക്കാണ്ടിരിക്കുക. പൊതുവെ നമ്മൾ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഉണ്ട് എന്നൊക്കെ പറയുമ്പം ഇറ്റ് ഈസ് അല്ലെങ്കിൽ ദെയർ ഈസ് എന്നൊക്കെ വെച്ചിട്ടാണ് തുടങ്ങാം. ഇറ്റ് ഈസ് ഇനഫ്, ഇത് മതി. അല്ലെങ്കിൽ ആവശ്യത്തിന് പാലുണ്ട്, ദെയർ ഇസ് ഇനഫ് മിൽക്ക്. ഉണ്ടോ എന്ന് ചോദിക്കാൻ ഈസ് ദെയർ ഇനഫ് മിൽക്ക്. ദെയർ ഈസ് തിരിച്ചിടാം, ഈസ് ദെയർ. ഓക്കെ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ട് കുറച്ച് ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്തവണത്തെ പുതിയ ഫ്രേസ്. ഓക്കെ, എന്താണത്? അത് ചെയ്യുന്നത് നിർത്തൂ അങ്ങനെ പറയില്ലേ? സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞേ, സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. അത് ചെയ്യുന്നത് നിർത്തൂ. എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കിറുന്നാക്കിക്കൊണ്ടിരിക്കുക കുട്ടികൾ. അപ്പോൾ അയ്യോ സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. എത്ര തവണ പറയണു സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്? മാർക്കോനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പണ്ടത്തെ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു തോന്നുന്നു. എൻ്റെ ദൈവം ഭയങ്കര ചൂട് കേട്ടോ അവിടെ. ഞാൻ എങ്ങനെ ഇരുന്നാലും വേർക്കുക. ഈ കുപ്പി ഇറക്കിയ ആൾക്കാർക്ക് വേണമെങ്കിൽ എന്നോട് പ്രൊമോട്ട് ചെയ്യാൻ പറയുമോ? ഞാൻ ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊക്കെ ഒഴിവാക്കി കുറച്ചുകൂടെ ലോങ് ടേം നിൽക്കാവുന്ന സ്റ്റീൽ കുപ്പിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളും അങ്ങനെ പ്ലാസ്റ്റിക്കൊക്കെ മാറ്റി കുറച്ച് കഴുകി വൃത്തിയാക്കി കുറേ കാലം ഉപയോഗിക്കാവുന്ന എന്തെങ്കിലുമൊക്കെ ആക്കിയാൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറുതെ വിക്രസ് കാണിച്ചുകൊണ്ടിരിക്കുക. വിക്രസ് എന്നൊക്കെ പറയില്ലേ, എൻ്റെ അവിടെയൊക്കെ പറയും. എന്തെങ്കിലുമൊക്കെ വിക്രസുകൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെന്താ പറയുക, സ്റ്റോപ്പ് മെസ്സിങ് അറൗണ്ട്. അപ്പോൾ മെസ്സ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ടു മെസ് അറൗണ്ട് എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറുതെ ഇങ്ങനെ തിരിപ്പിടിച്ചുകൊണ്ടിരിക്കില്ല, അങ്ങനെ പറയില്ലേ, എനിക്കിതൊക്കെ ഇനിയിപ്പോൾ മലയാളത്തിലുണ്ടോ അങ്ങനെയുള്ള വാക്കാണെന്ന് അറിയില്ല. എൻ്റെ അമ്മ ഇങ്ങനത്തെ ഇല്ലാത്ത വാക്കുകൾ കുറേ ഡിക്ഷണറിക്ക് കയറ്റി തന്നിട്ടുണ്ട്. അതാണ് പണ്ട് ഞാനൊരു ഇതിൽ പറഞ്ഞിരുന്നു, അത് തിരിപ്പിച്ചപ്പോൾ എന്ന്. ഇത് എൻ്റെ മാതൃഭാഷയാണ്, ലിറ്ററലി മാതൃഭാഷയാണ്. തിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ, തിരിപ്പിക്കുക എന്നില്ല. കാരണം ഇത് എൻ്റെ ഹസ്ബൻഡ് കേട്ടപ്പോഴാണ്, നീ എന്തിനാ ഈ തിരിപ്പിക്കുക എന്ന് പറയണേ, തിരിക്കുന്നില്ലേ ഉള്ളൂ. നിങ്ങൾക്കുണ്ട് ഇങ്ങനത്തെ പ്രശ്നം? അതോ ഇനി അങ്ങനെ നാട്ടിലെ പ്രശ്നമാണോ അതോ എൻ്റെ മാത്രം പ്രശ്നമാണോ? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചു, ഇപ്പോഴും ഓർമ്മ വന്നു. ചൂട് കാരണം കുറച്ച് പഴയ മെമ്മറീസൊക്കെ വന്നിട്ടുണ്ട്. അടുത്തത്, ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇനി ഇംഗ്ലീഷ് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, അങ്ങനെ സംസാരിക്കാതിരിക്കൂ, അങ്ങനെ പറയും. സ്റ്റോപ്പ് ടോക്കിംഗ് ലൈക്ക് ദാറ്റ്. എപ്പോഴും ഇങ്ങനെ ചിരിച്ചിങ്ങനെ അലസമായി സംസാരിക്കാതിരിക്കൂ. സ്റ്റോപ്പ് ടോക്കിംഗ് ലൈക്ക് ദാറ്റ്. ആ സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിലായോ? അതോ ഞാൻ പറയുന്നത് ഇങ്ങനെ കഥകൾ കേട്ടോണ്ടിരിക്കുകയാണോ? സെൻറ്റൻസ് പിടിയിട്ടോ? സ്റ്റോപ്പ് മെസ്സിങ് അറൗണ്ട്, സ്റ്റോപ്പ് ടോക്കിംഗ് ലൈക്ക് ദാറ്റ്, സ്റ്റോപ്പ് ഈറ്റിംഗ് ലൈക്ക് ദാറ്റ്. ചില ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ ദൈവമേ എന്നിട്ട് ഭയങ്കര ശബ്ദം ഉണ്ടാക്കും. അവർക്ക് ശബ്ദം ഉണ്ടാക്കാണ്ട് കഴിക്കാൻ പറ്റില്ല അല്ലേ? എൻ്റെ ഒരു പെറ്റ് പീവാണത്. പെറ്റ് പീവ് എന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ചെറിയൊരു ഒരു ബുദ്ധിമുട്ടാണ്. അവർ നമ്മളൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഈ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ഒരു ഇത്തിരി പാട്. അങ്ങനത്തെ ഒരാളാണ് നിങ്ങൾ. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്. അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴേ ഇങ്ങനെ ഈ ശബ്ദം ഉണ്ടാക്കുമ്പോൾ സ്റ്റോപ്പ് ഈറ്റിംഗ് ലൈക്ക് ദാറ്റ്. എന്തിനാ ഇത്രയും ശബ്ദം ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ ചിലർ വെള്ളം കുടിക്കണുണ്ടോ, ഗുളു എന്നൊരു ശബ്ദം കൊണ്ട് വരും. അത് സാധാരണ വരുന്ന പോലെയല്ല, കുറച്ച് അധികം ഉണ്ടാവും. അതിൻ്റെ പെറ്റ് പീവ്സ്. നമുക്ക് താല്പര്യമില്ലെങ്കിൽ അത് നമ്മുടെ പെറ്റ് പീവ്സ് ആണ് കേട്ടോ. അങ്ങനെ വാക്കുണ്ട്. അപ്പോൾ ആരെങ്കിലും വന്നിട്ട് വാട്ട് ആർ യുവർ പെറ്റ് പീവ്സ് എന്നൊക്കെ ചോദിച്ചാൽ
പണി കിട്ടി എന്ന് വിചാരിക്കരുത്. അപ്പോൾ തന്നെ പറയാം, ഐ ഡോണ്ട് ലൈക്ക് പീപ്പിൾ ആസ്കിങ് മീ സച്ച് ക്വസ്റ്റ്യൻസ്, അതെൻ്റെ പെറ്റ് പീവാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, എന്തെങ്കിലും ഒന്ന് നിർത്തൂ എന്ന് പറയാനാണ് സ്റ്റോപ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് പ്രവൃത്തിയാണെന്നുള്ളത് നമ്മളെങ്ങനെ പറഞ്ഞ് ING വെച്ചിട്ട് സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. കളിക്കുന്നതൊന്ന് നിർത്തൂ. രാവിലെ മുതൽ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക, ഉച്ച വെയിൽ, അസുഖം വരാനാണ്. സ്റ്റോപ്പ് പ്ലേയിങ്. അല്ലെങ്കിൽ വെയിലത്ത് കളിക്കുന്ന നിർത്തൂ. സ്റ്റോപ്പ് പ്ലേയിങ് ഇൻ ദ സൺ. സ്റ്റോപ്പ് പ്ലേയിങ് ഇൻ ദ സൺ. ഇനി കുട്ടികൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒപ്പം മുതൽ TV വെച്ചതാണ്. ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ മുന്നിൽ നിന്ന്, ലഞ്ച് അതിൻ്റെ മുന്നിൽ നിന്ന്, കിടക്കുന്നത് മിക്കവാറും അതിൻ്റെ മുന്നിൽ നിന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, സ്റ്റോപ്പ് വാച്ചിങ് TV. സ്റ്റോപ്പ് വാച്ചിങ് TV. ടീച്ചർമാരാണ് എക്സാം ഹാളിൽ കുട്ടികളിരുന്ന്, എടാ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്താ, എടാ അതെനിക്ക് കിട്ടിയില്ല, മൂന്നാമത്തെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ടീച്ചർ എന്താ പറയുക, സ്റ്റോപ്പ് ടോക്കിംഗ്. സ്റ്റോപ്പ് ടോക്കിംഗ്. ഓക്കെ. ഇനി വീട്ടിൽ വന്നിട്ട് നാളെ പരീക്ഷയാണ്, വെറുതെ ഇരിക്കുക, കുളിച്ചൊക്കെ റെഡിയായി, എന്നിട്ട് വെറുതെ ഇരിക്കുക. അപ്പോൾ നിങ്ങളെന്താ പറയുക, സ്റ്റാർട്ട് സ്റ്റഡിയിങ് അല്ലേ. ഇപ്പോൾ ഒന്നും സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല, തുടങ്ങുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് സ്റ്റഡിയിങ്. എന്താ ഇവിടെ ഇരിക്കണേ, സ്റ്റാർട്ട് സ്റ്റഡിയിങ്. ബുക്കൊക്കെ ഉണ്ടല്ലോ, തുടങ്ങിക്കോ. അത്. അപ്പോൾ സ്റ്റോപ്പ് എന്ന് വെച്ചാൽ നിർത്തുക, സ്റ്റാർട്ട് എന്ന് വെച്ചാൽ ആരംഭിക്കുക. ഇനി നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 30 വയസ്സ് വരെ ആഘോഷം നടന്നു. ചിക്കനും കുഴൽമന്തിയും ബിരിയാണിയും അങ്ങനെ എല്ലാം കഴിച്ച് നല്ല രീതിക്ക് കൊളസ്ട്രോളൊക്കെ കൂട്ടിയപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്, എക്സസൈസ് ചെയ്യുന്നത് തുടങ്ങിക്കോളൂ. എങ്ങനെ പറയും, സ്റ്റാർട്ട് എക്സസൈസിങ്. ഇത്രയും കാലം കളിച്ചു നടന്നില്ലേ, ഇനി സ്റ്റാർട്ട് എക്സസൈസിങ്. ഇനി ഇത് പറഞ്ഞാൽ വീട്ടമ്മമാർക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ തുണി അലക്കി ഒരു വഴിക്ക് എത്തിയിട്ടുണ്ടാവും. അതിനേക്കാളും വലിയ പ്രശ്നമാണ് ഇത് മടക്കി വെക്കുന്നത് അല്ലേ. എല്ലാ ദിവസവും മടക്കി വെച്ചാലും അക്ഷയപാത്രം പോലെ നിങ്ങൾ നിറഞ്ഞു വരും പിന്നെയും മടക്കാൻ. എസ്പെഷ്യലി ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ആ വീടുകളിൽ മടക്കി തീരില്ല അല്ലേ. ചില വീടുകളിലൊക്കെ മടക്കാറില്ല, നേരെ അങ്ങനെ കൂട്ടിയിട്ട് അവിടെ തന്നെ കൊണ്ട് ഉപയോഗിച്ച് തുടങ്ങുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ സ്ഥിതിയിൽ എത്തുട്ടോ അമ്മമാർ ഒരു ലെവലെത്തുമ്പം. പക്ഷേ കുട്ടികൾ കുറച്ചുകൂടെ വലുതാകുമ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കാൻ തുടങ്ങും. അപ്പോൾ ഫോൾഡ് ചെയ്ത് വെക്കുകയെന്ന് വെച്ചാൽ ക്ലോത്ത്സ് മടക്കി വയ്ക്കുക, അതിനാണ് ഫോൾഡ് ചെയ്യുക എന്ന് പറയുക കേട്ടോ. ഫോൾഡ് എന്ന് വെച്ചാൽ മടക്കുക. അപ്പോൾ ക്ലോത്ത്സ് മാത്രമല്ല, തുണികളാണ് ക്ലോത്ത്സ്. അത് മാത്രമല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും മടക്കി വയ്ക്കാം, പേപ്പർ മടക്കി വയ്ക്കാം. അപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട് 2 കുട്ടികളെ തുണി മടക്കി വയ്ക്കാൻ. അപ്പോൾ തുടങ്ങിക്കോ തുണി മടക്കി വയ്ക്കുന്നത്, അങ്ങനെ പറയും. സ്റ്റാർട്ട് ഫോൾഡിങ് ദ ക്ലോത്ത്സ്. അവർ കിന്നരിച്ചുകൊണ്ടിരിക്കുക, സ്റ്റാർട്ട് ഫോൾഡിങ് ദ ക്ലോത്ത്സ്. ഓക്കെ. ഈ ക്ലോത്ത്സ് എന്നുള്ളതിന് നമ്മൾ ക്ലോത്ത്സ് ആ TH സൗണ്ട് പലപ്പോഴും കേൾക്കാറില്ല നേറ്റീവ് സ്പീക്കേഴ്സ് പറയുമ്പോൾ. നമുക്ക് ഇംഗ്ലീഷ് എങ്ങനെ പറയണം എന്ന് നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെ സ്ട്രക്ചറാന്നൊക്കെ നോക്കി നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, നമ്മളിപ്പോൾ എന്ത് റൂളും കാര്യങ്ങളും കൊണ്ട് വന്നാലും നേറ്റീവ് സ്പീക്കേഴ്സ് എന്ന് വെച്ചാൽ ജനിച്ചു വളർന്ന് അപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്ന ആൾക്കാർ പറയണ ഇംഗ്ലീഷ് മാത്രമേ അതാണ് ശരിയായ ഇംഗ്ലീഷ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയി നടക്കുകയുള്ളൂ. അല്ല നമ്മൾ ബുക്ക് നോക്കിയിട്ട് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്നൊക്കെ എടുത്ത് പറഞ്ഞേക്കാളും നേറ്റീവ് സ്പീക്കേഴ്സ് എങ്ങനെയാണ് പറയണത് അങ്ങനെ പറയുന്നതാണ് യഥാർത്ഥ ഇംഗ്ലീഷ് എന്ന് നമുക്ക് വിശ്വസിച്ചേ പറ്റില്ല. അല്ലാതെ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഈ ബുക്കിൽ ഇത് ഇങ്ങനെയാണ് എഴുതിയത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ കൂടുതലും ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുന്ന ആൾക്കാർ, നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് പറയുന്നത് കേൾക്കുക. അപ്പോൾ നമുക്ക് പ്രൊനൗൺസിയേഷനൊക്കെ കുറച്ചുകൂടെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ എപ്പോഴും മലയാളം തന്നെ കേൾക്കാണ്ട് വല്ലപ്പോഴൊക്കെ ഈ BBC 5 മിനിറ്റ് ഇംഗ്ലീഷ് വീഡിയോസ് ഉണ്ട് BBCയുടെ. അപ്പോൾ നല്ല വീഡിയോസാണ്, കുട്ടി വീഡിയോസാണ്. നിങ്ങൾ ഗൂഗിളല്ല യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇടയ്ക്ക് അതൊക്കെ ഒന്ന് കേൾക്കുക കേട്ടോ. കേൾക്കുമ്പോൾ പ്രൊനൗൺസിയേഷൻ കൂടെ നോക്കുക കേട്ടോ. അപ്പോൾ ഇനി എന്താ പറയേണ്ടത്, പുറത്ത് പോയി കളിക്കുന്നത് നിർത്ത്. കുറേ നേരമായി പുറത്ത് കളിക്കുന്നത്. സ്റ്റോപ്പ് പ്ലേയിങ് ഔട്ട്സൈഡ്. ഇനിയിപ്പോൾ അകത്ത് കളിച്ചോളൂ എന്ന് പറയാം അല്ലേ. കുട്ടികൾ ചില സമയത്ത് ദേഷ്യം പിടിച്ചാൽ, അല്ലെങ്കിൽ വെറുതെ അല്ലേ, അവർക്ക് ദേഷ്യം പിടിക്കണമെന്നില്ല, വെറുതെ തന്നെ അവർ ചെയ്യുന്നൊരു പരിപാടിയാണ് നമ്മളെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടുക. അതിനെന്താ പറയുക, കാലുകൊണ്ട് ചവിട്ടുന്നതിന് കിക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ മര്യാദയ്ക്ക് നിർത്തിക്കോട്ടോ ചവിട്ടുന്നത്, അങ്ങനെ പറയില്ലേ, അങ്ങനെ പറയാം. അവിടെ നമ്മളെ ആണ് കിക്ക് ചെയ്യുന്നതെങ്കിൽ, അത് നിർത്താനാണ് പറയുന്നതെങ്കിൽ സ്റ്റോപ്പ് കിക്കിങ് മീ. എന്നെ ചവിട്ടും നിർത്തിയേ, സ്റ്റോപ്പ് കിക്കിങ് മീ. അവളെ ആണെങ്കിലോ പാവം വല്ല സാധുവായ ഒരു അനിയത്തി ഉണ്ടാവും ചിലപ്പോൾ ഈ കുട്ടിക്ക്. അപ്പോൾ അതിനെ പിടിച്ച് കിക്ക് ചെയ്യുകയാണെങ്കിൽ അത് നിർത്തുമെന്ന് പറയുക. സ്റ്റോപ്പ് കിക്കിങ് ഹെർ, സ്റ്റോപ്പ് കിക്കിങ് ഹെർ. ഇപ്പോൾ വെറുതെ തന്നെ ഇങ്ങനെ കിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോഫയുടെ മുകളിലാണല്ലോ, സ്റ്റോപ്പ് കിക്കിങ്, അങ്ങനെ പറയാം. അപ്പോൾ ഇത് മനസ്സിലായോ? ഇപ്പം നമ്മൾ പറഞ്ഞ സ്റ്റാർട്ട് ഡൂയിങ് സംതിങ്, സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്. ചില വേർബ്സിന് ആരെയാണ് ആ പ്രവൃത്തി ആർക്കാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് അവിടെ പറയണമെങ്കിൽ അത് പറയാം. സ്റ്റോപ്പ് കിക്കിങ് മീ.
അപ്പോൾ നിങ്ങൾ വരിയിൽ നിൽക്കുകയാണ്, എന്തെങ്കിലും സാധനം വാങ്ങിക്കാം, നല്ല തിരക്കാണ്. അപ്പോൾ പുറകുന്ന ആളിങ്ങനെ നിങ്ങളെ പുഷ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് പുഷിങ് മീ എന്ന് പറയാം. എന്താണ് ഈ തിരക്കണേ? സ്റ്റോപ്പ് പുഷിങ് മീ. അപ്പോൾ ആ ഒരു പാറ്റേൺ കഴിഞ്ഞു. ഇനി ഇപ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പും ING വെച്ച് പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി വളരെ കോമൺ ആയിട്ട് ഇത് ഞാൻ ആഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോഴും കുറേ പേർക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലും അടുത്ത വീഡിയോയിലായിട്ട് ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പഠിപ്പിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ വീഡിയോയിലൊന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുട്ടൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ആകുമ്പം അതിൽ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തുമ്പം എനിക്ക് നിങ്ങളെ ചെവി കുടിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 വീഡിയോ ആക്കിയിട്ട് വെച്ചേക്കണേ. എന്ന് വെച്ചാൽ നമുക്കത് ഒന്ന് റിവൈസ് ചെയ്ത് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടോ ഒറ്റ വീഡിയോയിൽ പഠിപ്പിക്കാതിരുന്ന കേട്ടോ, മനഃപൂർവ്വം ചെയ്യണമാണ്. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ശരിയാക്കി തരാം. എന്തൊരു സൗണ്ട്? നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ട് വല്ലതും? എനിക്കൊരു ശബ്ദം കേൾക്കുന്നു. ആയു ഓക്കെ? കുഴപ്പമൊന്നുമില്ലല്ലോ? ആയു ഓക്കെ? അപ്പോൾ മനസ്സിലായോ? ഓക്കെ അല്ലേ എന്ന് ചോദിക്കാനാണ് ആയു ഓക്കെ. അതിന് ആർ യു ഫൈൻ അങ്ങനെ ചോദിക്കാം. ആർ യു ഫൈൻ? കുഴപ്പമൊന്നുമില്ലല്ലേ? ആർ യു ഫൈൻ? അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ഉത്തരം പറയും? ഐ എം ഫൈൻ. ഐ എം ഫൈൻ. അവന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറയണം. ഹീസ് ഫൈൻ. മോൻ്റെ കൂടെ നടക്കുമ്പം ഒരു സ്ഥലത്തേക്ക് നടന്നു പോയിരുന്നു, അപ്പോൾ കുട്ടി ഒന്ന് വീണു. അപ്പോൾ നമ്മുടെ അയൽക്കാരൻ അയ്യോ ഈസ് ഹി ഓക്കെ? ഈസ് ഹി ഓക്കെ? ഈസ് ഹി ഓക്കെ? ഹീസ് ഫൈൻ. ഹീസ് ഫൈൻ. കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വീണതാ. ഹീസ് ഫൈൻ. പിടികിട്ടിയോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് കേട്ടോ. ഇതിൽ നമ്മൾ ചോദ്യം ഉത്തരവും ഈ ആർ യു, ഇസ് ഹി എന്നൊക്കെ വെച്ചിട്ട് പഠിക്കുകയാണ്. ഇനി ഒരു ഡൂം ഡിഡൊക്കെ വരുന്നുണ്ട്, അപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ കവർ ചെയ്യാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിൽ ഈ കാര്യം ക്ലിയർ ആക്കി പോവാം കേട്ടോ. അപ്പം നമ്മുടെ ഒരു അവസ്ഥ പറയാണല്ലേ, ഐ എം ഫൈൻ, ഹീസ് ഫൈൻ, യു ആർ ഫൈൻ, ഐ യു ഫൈൻ, ഈസ് ഹി ഫൈൻ? മനസ്സിലായോ? ഇതിൽ എങ്ങനെയാണ് ഈ ആയു ആണോ ഈസി ആണോ എന്നൊക്കെ പറയാം. ഈസ് ഹി, ഈസ് ഹി ഫൈൻ, ഈസ് ഹി ഫൈൻ എന്നൊക്കെ നിങ്ങൾ ചോദിക്കാൻ നിന്നാൽ വെപ്പുവല്ലാണെങ്കിൽ തെറിച്ചു പോകും. അതുകൊണ്ട് ഈസ് ഹി ഫൈൻ കുറച്ച് സമാധാനത്തിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഈസ് ഹി ഫൈൻ എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഈസ് ഹി ഫൈൻ, ഈസി, അത് ഹേ സൗണ്ട് കുറച്ച് താഴേക്ക് പോകും. ഈസി ഫൈൻ, ഈസി ഇല്ലേ, ഈസി എളുപ്പം, ഈസി ആ സൗണ്ടേ വരുള്ളൂ. ഈസി ഫൈൻ. ഓക്കെ. അപ്പോൾ നമ്മൾ പറയണത് അവൾ അവൻ്റെ കാര്യം, ഈ രണ്ടാൾക്കാർ, അവൾ അല്ലെങ്കിൽ അവൻ. അവളാരാ? അനു, അല്ലെങ്കിൽ അനുവിൻ്റെ പേര്, അല്ലെങ്കിൽ അവൻ ആരാ? അലി, അലിയുടെ പേര്. ഈ അവൻ അവൾ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ മാത്രം എസ് ഉപയോഗിക്കാം, ബാക്കിയൊക്കെ നമ്മൾ ആർ ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? അനു ആണോ അങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മളായിട്ട് ബന്ധപ്പെട്ട കാര്യം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല, നമ്മൾ ഫൈനാണോ, നമ്മുടെ പേരിങ്ങനെയാണോ, അല്ലെങ്കിൽ നമ്മളൊരു ടീച്ചറാണോ, നമ്മുടെ പ്രൊഫഷൻ പറയുക, ഇന്ത്യക്കാരനാണോ, ഇങ്ങനെ നമ്മളുടെ ആ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് പറയണ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സെൻറ്റൻസ് ഇങ്ങനെ ഉണ്ടാക്കുക. ആവുക ഒരു വേർബാണ്. അപ്പോൾ ഈ ആവുക എന്നതിൻ്റെ പല പല ഫോംസ് അല്ലേ, ആണോ, ആയി, ആയിരുന്നു, ഇതൊക്കെ ആവുക എന്നുള്ള വേർബിൻ്റെ ഫോംസാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആർ യു, ഈസ് ഹി എന്ന് വെച്ച് പറയണത്. ഇതിപ്പോൾ ഇംഗ്ലീഷിലെ ഏറ്റവും വലിയൊരു കൺഫ്യൂസിങ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും എന്താ പറയുക സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഡിഡ് ഹി ഗോ അല്ലെങ്കിൽ ഡു യു നോ ഹർ, അങ്ങനെ ഡൂം ഡിഡും ഡസ്സൊക്കെ വെച്ച് നമ്മൾ പറയും. പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ കയറിയിട്ടൊരു എസ്സും ആറും വരുമ്പോൾ ഇതെന്താ അത് എങ്ങനെ മനുഷ്യന് മനസ്സിലാക്കാനെന്നൊരു ഫീലിംഗ് വരും. ആ ഒരു കാര്യമുള്ളത് ഈ ബി അല്ലെങ്കിൽ ആവുക എന്ന് പറയുന്ന സംഭവം ഇംഗ്ലീഷിൽ ഭയങ്കര സ്പെഷ്യലാണ്. ഒരു എന്താ പറയുക, ഒരു എന്തിപ്പോൾ സ്പെഷ്യലായിട്ടുള്ള സംഭവം, മാങ്ങ നമുക്ക് ഭയങ്കര, മലയാളികൾക്ക് ഭയങ്കര സ്പെഷ്യലല്ലേ. നിങ്ങൾക്ക് മാങ്ങ ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാങ്ങയെ പോലെയാണ് നമ്മുടെ ആവുക. വേറെ ഒരു ഫ്രൂട്ടും അതിനടുത്ത് വരില്ല. ഓറഞ്ചോ ആപ്പിളൊന്നും കൊണ്ടുവന്നാലും നമ്മുടെ മാങ്ങയുടെ ഒരു ഇത് വരില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യലായിട്ട് നമ്മൾ ഈ ബീനെ നമ്മൾ ട്രീറ്റ് ചെയ്യും. നമ്മുടെ മാങ്ങേനെ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യും. മാങ്ങ വെച്ചുണ്ടാക്കുന്ന കറി പോലെ നമ്മൾ ആപ്പിൾ വെച്ച് കറി ഉണ്ടാക്കുമോ? ഇല്ല. അപ്പോൾ അതുപോലെ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോഴും വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ ബി ട്രീറ്റ് ചെയ്യണം. അങ്ങനെ ഓർക്കുമോ? ഇതിൽ കൂടുതൽ വിചിത്രമായി പറയാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ, നിങ്ങളിങ്ങനെയാണോ, അവനിങ്ങനെയാണോ, ആയിരുന്നോ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാം. നിങ്ങൾ ഓക്കെ ആണോ? ആർ യു ഓക്കെ? ഞാൻ ഓക്കെ ആണ്, ഐ ആം ഓക്കെ, അല്ലെങ്കിൽ ഐ ആം ഫൈൻ. ഓക്കെ. അവൻ ഓക്കെ ആണോ? ഈസി ഓക്കെ. അവിടെ ഡൂൺ ഡസും ഡിഡൊന്നും വേണ്ട. ഓക്കെ. നിങ്ങൾ അനു ആണോ? നിങ്ങളുടെ പേര് അനു ആണെന്ന് ഞാൻ ആരോ പറഞ്ഞു, ആണോ? അനു ആണോ അങ്ങനെ ചോദിക്കാം. ആർ യു അനു? ഇനിയിപ്പോൾ അനു ഇങ്ങനെ നടന്നു പോവാ, അപ്പം അനു എന്നൊരു കുട്ടി ഇറങ്ങിയിട്ടുണ്ട്, അവളാണോ അത്? ഞാൻ ചോദിക്കും ഈസ് ഷി അനു? കണ്ടോ, അവളുടെ കാര്യം ഈസ് ഷി, അല്ലെങ്കിൽ അവനാണെങ്കിൽ ഇസ് ഹി. ഈസ് ഹി അനു? അവൻ അനു ആവില്ല അല്ലേ. ഈസ് ഹി അലി?
ഇസ് ഷി അനു? ഓക്കെ. അല്ലാത്ത കേസിനൊക്കെ ആർ യു, അല്ലെങ്കിൽ ആർ വി, ആർ ദേ, അവർ മാരീഡ് ആണോ, ആർ ദേ മാരീഡ്? ഈ ഒരു ടിപ്പ് മനസ്സിലായോ? എൻ്റെ ദൈവമേ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അല്ല, എന്താ ഇപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളത്? അത് ക്ലിയർ ആയോ? എന്ന് വെച്ചാൽ എനിക്കിങ്ങനെയാണ്, ഞാനൊരു ടീച്ചറാണ്, ഞാൻ ഓടുകയാണ് എന്ന് പറയുമ്പോൾ ഒരു ആണെന്ന് വരുന്നില്ല. അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ അവസ്ഥ, നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ ഐഡൻറ്റിറ്റി, ഇതൊക്കെ പറയുമ്പോൾ ഹാപ്പിയാണോ നിങ്ങൾ? ആർ യു ഹാപ്പി? കേട്ടോ, ആ ഒരു അവസ്ഥയിലാണോ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ആർ യു വെച്ചിട്ട് ചോദിക്കുക. ഇത്തിരി ഉറക്കമുള്ള പോലെ ഉണ്ടല്ലോ, ഉറങ്ങിയില്ല ഇന്നലെ? ഉറക്കക്ഷീണുണ്ടോ? ആർ യു സ്ലീപ്പി? ആർ യു സ്ലീപ്പി? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. സന്തോഷത്തിലാണോ നിങ്ങൾ? ആർ യു ഹാപ്പി? അല്ലെങ്കിൽ ചില സമയത്ത് ചില ആൾക്കാരിങ്ങനെ ഇങ്ങനെ പോയി പിന്നെ വന്നു കണ്ടു, അപ്പം ഇങ്ങനെ നടക്കുമ്പോൾ ആർ യു ലോസ്റ്റ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആർ യു ലോസ്റ്റ്? വഴിതെറ്റി പോയാലും നമുക്കിങ്ങനെ ചോദിക്കാം. ഈ ഗൂഗിൾ മാപ്പ് ഇങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞൊക്കെ നടക്കാം, കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ഞാനൊക്കെ ചെയ്യാറുണ്ട്. മറ്റേ ആരോ അങ്ങോട്ട് കാണിക്കുന്നു, അപ്പോൾ നമ്മൾ കുറച്ച് നേരം പുറകോട്ട് കടന്ന് നോക്കും. അപ്പോഴേക്ക് ആരോ ഇങ്ങോട്ട് കാണിക്കും, അപ്പോൾ കുറച്ച് മുന്നോട്ട് കടന്ന് നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരാൾ നടക്കുന്നുണ്ടെങ്കിൽ, ഞാനൊക്കെ അങ്ങനെ നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് ആ സ്ഥലമൊക്കെ അറിയുമെങ്കിൽ ആർ യു ലോസ്റ്റ്? വിനി, ആർ യു ലോസ്റ്റ്? എങ്ങടെ പോകണ്ടേ എന്ന് ചോദിക്കുക. ആർ യു ലോസ്റ്റ്? ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വഴിതെറ്റി പോവുകയാണെങ്കിൽ ലോസ്റ്റ് ആവാം. അല്ലെങ്കിൽ പിന്നെ ഒത്തിരി കിളി പോയി നമ്മളൊക്കെ ഇടയ്ക്ക് നിൽക്കാറില്ലേ, അങ്ങനെ അയ്യോ അതിപ്പോൾ ഇന്നലെ ഞാൻ ചെയ്യേണ്ടത് കൊടുത്തില്ല, ഐ ലോസ്റ്റ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഐ ലോസ്റ്റ്? അല്ലെങ്കിൽ ചില സമയത്ത് നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ അറിയാണ്ട് ഒരു സംഭാഷണത്തിനിടയ്ക്ക് ഇങ്ങനെ പോകൂലേ, എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, പെട്ടെന്ന് എന്തോ ചിന്ത കയറി വന്ന് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പോകും. ആ സമയത്ത് ഹലോ ഐ ലോസ്റ്റ് അതിന് ചോദിക്കാം. അല്ലെങ്കിൽ ഒന്നും മനസ്സിലായില്ല, അപ്പോൾ എന്തൊക്കെയൊരു ഞാൻ ഈ ആറും ഡൂവും ടച്ചൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ഭഗവാൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കും ആർ യു ലോസ്റ്റ്? ആർ യു ലോസ്റ്റ്? അല്ലാന്ന് ഞാൻ വിശ്വസിക്കണം. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? ആർ യു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സെൻറ്റൻസുകളുടെ ആ സ്ട്രക്ചറാണ്. അടുത്തതിലാണ് നമ്മൾ ഡൂ ആൻഡ് ഡസ് ഒക്കെ പറയുന്നത്. ഇതൊരു 2 ഡിഫറെൻറ്റ് ടോപ്പിക്സായി കവർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അടുത്ത ഇതിൽ ഞാൻ വീണ്ടും ചോദിക്കാം. അപ്പോൾ നിങ്ങളിതൊന്ന് ക്ലിയർ ആക്കിയിട്ട് വെക്കുക. അത് മാത്രമല്ല, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാമല്ലോ. ഇനി എന്നെ കണ്ടിട്ട് ഇത്തിരി തടിച്ച പോലെ ഉണ്ടോ? എൻ്റെ ദൈവമേ, ഞാൻ തടിച്ചോ? അത് ചോദിക്കുക എങ്ങനെയാണ്? ആം ഐ ഫാറ്റ്? ആം ഐ ഫാറ്റ്? ഈ ഫാറ്റിൻ്റെ കാര്യം നമ്മൾ വേറെ ആൾക്കാരുടെ അടുത്ത് ദയവായി ചോദിക്കുക. നമ്മൾ ഫാറ്റാണോ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ വേറെ ആരെങ്കിലും ഫാറ്റ് ആണെങ്കിൽ ഇസ് ഷീ ഫാറ്റ് എന്നൊന്നും, അല്ലെങ്കിൽ ഇസ് ഹി ഫാറ്റ്, ആർ യു ഫാറ്റ് എന്നൊന്നും ചോദിക്കരുത്. ഈ നമ്മൾ ഇതൊക്കെ കുറച്ച് നമ്മൾ വേറെ ആൾക്കാരുടെ പ്രൈവസിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് കയറി ഇടപെടുന്നതാണ്. അവർ ഫാറ്റാണെങ്കിൽ അവർക്ക് കണ്ടാൽ അറിയാം ഫാറ്റാണ്, അപ്പോൾ അവരത് കുറച്ചോളും അല്ലെങ്കിൽ കൂട്ടിക്കോളും. അതൊക്കെ അവരുടെ ഇഷ്ടം, നമ്മൾ ചോദിക്കരുത് കേട്ടോ. നമുക്ക് പണ്ടത്തെ ഒരു ശൈലിയൊക്കെ വെച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ പൊതുവേ നമ്മളിപ്പോൾ തടിച്ചിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും വന്നു അയ്യോ തടിച്ചോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാണ്ടിരിക്കുക, പറയാണ്ടിരിക്കുക. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ല. ഒന്നും സംസാരിക്കാൻ നിൽക്കില്ലെങ്കിൽ ഇറ്റ്സ് സണ്ണി, നല്ല വെയിലുള്ളൊരു ദിവസമാണ്, ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ, മഴ പെയ്യാൻ പോവാണ്, കാർമേഘമൊക്കെ വന്നിട്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ ജനറൽ ടോപ്പിക്സ് സംസാരിക്കുക. ഒന്നും സംസാരിക്കില്ലെങ്കിൽ അങ്ങനത്തെ തടിയുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാതിരിക്കുക. പക്ഷേ നല്ല ഫിറ്റായിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് പറയാം കേട്ടോ, ഓ ഫിറ്റായിട്ടുണ്ട് കേട്ടോ, അത് പറയാം. അപ്പോൾ അവൻ നല്ല ഫിറ്റാണോ? അത് ഫോട്ടോ കണ്ടപ്പോൾ നല്ല ഫിറ്റായിട്ട് ഇങ്ങനെ ജിമ്മിനാക്കാമെന്ന് തോന്നി. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇസ് ഹി ഫിറ്റ്? ഫിറ്റാണോ? ഇസ് ഹി ഫിറ്റ്? ഫിറ്റ് എന്ന് വെച്ചാൽ നല്ല ആരോഗ്യമായിട്ടിരിക്കുന്ന ആൾ. പിന്നെ ഒരു കുട്ടി ഇങ്ങനെ ടവലൊക്കെ പിടിച്ചപ്പോൾ ഇങ്ങനെ ഒന്ന് ഒപ്പിയൊക്കെ പോകണ കണ്ടു. അപ്പോൾ നമ്മൾ അയ്യോ എന്ത് പറ്റി, സങ്കടപ്പെട്ടിരിക്കുകയാണോ അവൾ? ഇസ് ഷീ സാഡ്? ഇസ് ഷീ സാഡ്? കണ്ടോ അവിടെ നമ്മൾ ആർ ഷീ അല്ലെങ്കിൽ ആർ അങ്ങനെയല്ല ചോദിക്കുക, ഷീ ആണ് അവളുടെ കാര്യം. അപ്പോൾ ഇസ് ഷീ സാഡ്? ഇനി പുതിയൊരു കല്യാണാലോചന വരിക. അപ്പോൾ എൻജിനീയറാണെന്ന് കേട്ടു. അപ്പോൾ നമ്മളൊന്നുകൂടി ചോദിക്കാം, എൻജിനീയറാണോ അവൻ? അങ്ങനെ ചോദിക്കുക, അവൻ്റെ കാര്യം. അപ്പോൾ ഇസ് ഹി ആൻ എൻജിനീയർ? ഈ എൻജിനീയർ എന്നല്ലേ തുടങ്ങുന്നത്, അപ്പോൾ ആൻ ഇടാം. പ്രൊഫഷന് മുമ്പ് നമ്മൾ എപ്പോഴും അല്ലെങ്കിൽ ആൻ ഇടും. ഒരു എൻജിനീയർ ആണോ? ഇസ് ഹി ആൻ എൻജിനീയർ? ഫ്രീ ആണോ? അങ്ങനെ ചോദിക്കും, ആർ യു ഫ്രീ? അവർ കല്യാണം കഴിച്ചാണോ അങ്ങനെ ചോദിക്കും. ഞാൻ പറഞ്ഞത് അവർ ദേ ആർ ദേ മാരീഡ്? ആർ ദേ മാരീഡ് അല്ലേ? കയ്യിൽ കുറേ വളകളൊക്കെ ഇട്ട് അങ്ങനെ പൊട്ടൊക്കെ കുത്തി നടക്കുമ്പോൾ ആർ ദേ മാരീഡ്? അത് ന്യൂലി മാരീഡ്, പുതുതായി കല്യാണം കഴിച്ച ആൾക്കാരാണോ അവർ? ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, വേർത്ത് ഇതൊക്കെ ഇങ്ങനെ ഒലിപ്പിച്ചിരിക്കുന്നുണ്ട്, ഓടിയിട്ട് വന്നിരിക്കണ പോലെ ഉണ്ട്. കുട്ടികളാണേ ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ് അവർ. ആർ ദേ ടയേർഡ്?
അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് ചോദിക്കാം. ഇപ്പം വീട്ടിൽ നിന്ന് നമ്മൾ UK കുട്ടികളാണെങ്കിൽ ഇവിടുന്ന് അച്ഛനമ്മമാരൊക്കെ അല്ല അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ചോദിക്കില്ലേ, ഇപ്പോൾ വന്നിട്ടുള്ളോ സ്കൂളിൽ നിന്ന്, ക്ഷീണിച്ചിരിക്കുകയാണോ അവർ, ആർ ദേ ടയേർഡ്, അങ്ങനെ ചോദിക്കാം കേട്ടോ. ആർ ദേ ടയേർഡ്. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ആർ യു സ്ലീപ്പി. സ്ലീപ്പി എന്ന് പറഞ്ഞാൽ ഉറക്കക്ഷീണമുള്ള അവസ്ഥ. ആർ യു ഹാപ്പി പോലെ, ആർ യു ഹാപ്പി. കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണെങ്കിൽ ആർ യു കൺഫ്യൂസ്ഡ്. ഇടി വെച്ചിട്ട് ആർ യു കൺഫ്യൂസ്ഡ്. ആർ യു കൺഫ്യൂസിങ് എന്ന് പറയരുത് കേട്ടോ. അത് അർത്ഥം ആർ യു കൺഫ്യൂസിങ് എന്ന് വെച്ചാൽ നീ ആരെയോ കൺഫ്യൂസ് ചെയ്യുകയാണോ, നീ എന്തൊക്കെയോ പറഞ്ഞിട്ട് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യുകയാണോ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതല്ല നമ്മൾ ഉദ്ദേശിക്കണേ. നമ്മൾ ഇ വെച്ചിട്ട് പറയണ ആ അഡ്ജക്റ്റീവ്സ് ഇ വെച്ചിട്ട് നമ്മൾ പറയില്ലേ, ആർ യു ഇന്ന അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥ പറയുമ്പം അതിൻ്റെ അർത്ഥം ആ അവസ്ഥയിലാണോ എന്നാണ്. ആർ യു കൺഫ്യൂസ്ഡ്, ആർ യു ടയേർഡ്, അങ്ങനെ ഓർത്താൽ മതി. ആർ യു ടയേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ടയേർഡായ അവസ്ഥയിലാണോ എന്നല്ലേ. അതേപോലെ തന്നെയാണ് ആർ യു കൺഫ്യൂസ്ഡ്, നീ കൺഫ്യൂസ്ഡ് ആയ അവസ്ഥയിലാണോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വിദേശത്താണോ എന്ന് ചോദിക്കണമെങ്കിൽ ആർ യു എബ്രോഡ്. എന്ന് വെച്ചാൽ വിദേശം. ആർ യു എബ്രോഡ്. ഇനി ഇപ്പം ഇത്രയും ഈ ടൈപ്പ് സെൻറ്റൻസിൻ്റെ ഒപ്പം പഠിക്കേണ്ട ഒരു സെൻറ്റൻസാണ്. ഇപ്പം നമ്മൾ പ്രവൃത്തി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണേ, ആ പ്രവൃത്തി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാൻ ആർ യു കുക്കിംഗ്. ഫോൺ വിളിച്ചിട്ട് എടാ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒരു സെക്കൻഡേ. അപ്പോൾ നീ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അതാണോ അത് ചോദിക്കണേ. ആർ യു കുക്കിംഗ് എന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് നീ ഒരു കുക്കാണോ എന്നൊന്നുമല്ല, നിൻ്റെ അവസ്ഥയല്ല പറയണേ. നമ്മൾ ING വെച്ചിട്ട് വേർബ് അവസാനിക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രവൃത്തി നീ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന്. ഇപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവിടെ ഒരാൾ കണ്ണൊക്കെ അടഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചോദിക്കുക, ആർ യു സ്ലീപ്പിംഗ്. ആർ യു സ്ലീപ്പി എന്ന് പറഞ്ഞാൽ എന്താ, ആ സ്ലീപ്പി ആയിട്ടുള്ള ഉറക്കക്ഷീണമുള്ള അവസ്ഥയിലാണോ എന്ന്. ആർ യു സ്ലീപ്പിംഗ് ING വെച്ച് പറയുകയാണെങ്കിൽ നീ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്നാണ് അതിൻ്റെ അർത്ഥം. അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ അങ്ങനെ പറയും, ഇസ് ഷീ സ്ലീപ്പിംഗ്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കോഴ്സൊക്കെ എടുത്തിട്ട് നിങ്ങളൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ പറ്റുക, നന്നായി റെഡിയായി. അപ്പോൾ ഞാൻ എന്താ പറയുക, ആം ഐ ഡ്രീമിങ്, സ്വപ്നം കാണുന്നതാണോ ഞാൻ, ആം ഐ ഡ്രീമിങ്. അപ്പോൾ കണ്ടോ, ഐയുടെ കൂടെ ആറോ എസ്സോ അല്ല വരിക, ആം ഐ ഡ്രീമിങ്. എൻ്റെ ദൈവമേ, സ്വപ്നമാണോ, ഞാൻ സ്വപ്നം കാണുകയാണോ, ആം ഐ ഡ്രീമിങ്. ഓക്കെ. നീ കരയാണോ അങ്ങനെ പറയും, ക്രൈ. അപ്പോൾ നീ കരയാണോ, കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ. അത് നമ്മൾ ആക്ച്വലി ഇത് എവിടെയാണ് വരിക എന്നറിയാം. നമ്മളിപ്പോൾ ഫോണിൽ ആരെങ്കിലും വിളിച്ചിട്ട് ഇല്ല ശബ്ദം കേട്ടാണോ, അയ്യോ നീ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കില്ലേ. ആർ യു ക്രൈങ്, എടാ നീ ഓക്കെ ആണോ, ആർ യു ക്രൈങ്, അങ്ങനെ ചോദിക്കാം. ഓക്കെ. ഇനി അഗെയിൻ ഈ UK കൊച്ചുമക്കളുള്ള അപ്പൂപ്പനും അമ്മൂമ്മയും കുട്ടീനെ കാണാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ കുട്ടി എന്താ ചെയ്തുകൊണ്ടിരിക്കുക, അവൾ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കുക, അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണോ അല്ലേ. അപ്പൂപ്പൻ ചോദിക്കുകയാണ്, അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ചോദിക്കുക, ഇസ് ഷീ പ്ലേയിങ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെ കൊടുക്കുക, അവിടുന്ന് കുട്ടിയുടെ ചേച്ചി അല്ലെങ്കിൽ കുട്ടി അമ്മേനെ അവൾ കളിച്ചുകൊണ്ടിരിക്കുക, ഷീസ് പ്ലേയിങ്. ചോദ്യം ഈസ് ഷീ പ്ലേയിങ്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് എപ്പോഴും വരാറുള്ളത്, ഷീസ് പ്ലേയിങ് അങ്ങനെ ചോദിച്ചുകൂടെ, ഒരു ചോദ്യമായിട്ട് ചോദിച്ചുകൂടെ എന്ന്. അത് ചോദ്യം ചോദിക്കണ രീതിയിൽ ചോദിക്കില്ലേ നല്ലത്. അവൾ കളിക്കുകയാണ് അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയാറില്ലല്ലോ. അവൾ കളിക്കുകയാണ് എന്ന് വെച്ചാൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ കളിക്കുകയാണ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അതെന്താ കളിക്കാൻ പാടില്ലേ എന്നൊരു ഇത് വരില്ലേ. അതുപോലെ തന്നെ ഇസ് ഷീ പ്ലേയിങ് എന്ന് വെച്ചാൽ അവൾ കളിക്കുകയാണോ, അവൾ കളിക്കുകയാണ് എന്ന് പറയാനാണ് ഷീസ് പ്ലേയിങ്. പിന്നെ ചില സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവളങ്ങനെ കളിക്കാത്ത കുട്ടിയാണ്, ഷീസ് പ്ലേയിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെ ഒരു അർത്ഥം വരാം. അല്ലാണ്ട് ചോദ്യം ചോദിക്കാൻ ദയവേത് ഇസ് ഷീ പ്ലേയിങ് അല്ലെങ്കിൽ ആ വേർബ് ബിയുടെ ഫോം എന്ന് വെച്ചാൽ ഇസ്സോ ആറോ ആമോ ആദ്യം വരിക കേട്ടോ. ഇത് ചിലപ്പോൾ ഡൗട്ടായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ഒരു ചോദ്യം കൂടെ, അത് കഴിഞ്ഞ് നമുക്ക് ക്വിസ് ഉണ്ട്, അത് ചെയ്യണം കേട്ടോ കറക്റ്റായിട്ട്. ക്വിസ് എന്ന് വെച്ചാൽ ഒരു ഹോംവർക്ക്. അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ, അത് നിങ്ങൾ എഴുതണേ. അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ച ഇപ്പോൾ ഏതൊക്കെ ടൈപ്പ് സെൻറ്റൻസ് നമ്മൾ പഠിച്ചേ, 2 തരം പഠിച്ചില്ലേ. സ്റ്റോപ്പ് കിക്കിങ് മീ, എന്നെ ഈ കാല് വെച്ച് ചവിട്ടുന്നൊന്ന് നിർത്ത്, സ്റ്റോപ്പ് കിക്കിങ് മീ. സ്റ്റോപ്പ് ടോക്കിംഗ് സോ ലൗഡ്ലി, കുറേ ഇങ്ങനെ ഒച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ചില പിള്ളേരുടെ വിചാരം നമുക്ക് ചെവി കേൾക്കുന്നില്ല എന്നാണ്. പക്ഷെ ചില സമയത്ത് അമ്മ ഇന്ന് രാവിലെ ഞങ്ങൾ സ്കൂളിൽ പോയപ്പോൾ ഇത്ര ഓർക്കെ സംസാരിക്കല്ലേ,
സ്റ്റോപ്പ് ടോക്കിംഗ് സോ ലൗഡ്ലി. സോ ലൗഡ്ലി എന്ന് വെച്ചാൽ ഭയങ്കര ഒച്ചയിൽ. സ്റ്റോപ്പ് ടോക്കിംഗ് സോ ലൗഡ്ലി. അപ്പോൾ അങ്ങനത്തെ സെൻറ്റൻസ് നമ്മൾ പഠിച്ചു അല്ലേ. സ്റ്റോപ്പ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ഈറ്റിംഗ്. കുറേ നേരമല്ല അവൻ അത് അങ്ങോട്ട് വെച്ച് സ്പൂൺ ഇങ്ങോട്ട് വെച്ച് സ്റ്റാർട്ട് ഈറ്റിംഗ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ഈറ്റിംഗ് ഇറ്റ്. അങ്ങനെ എന്താ സാധനം വെച്ചാൽ അത് പറയാം. സ്റ്റാർട്ട് ഈറ്റിംഗ് എന്താ പറയുക, എന്തെങ്കിലും സാധനം റൈസോ ബ്രെഡോ എന്താണെന്ന് വെച്ചാൽ അത്. പിന്നെ നമ്മൾ കണ്ട സെൻറ്റൻസ് ഏതാ? ആർ യു സാഡ്? ആർ യു ആംഗ്രി? എന്നോട് ദേഷ്യത്തിലാണോ? ആർ യു ആംഗ്രി? എന്നോട് ദേഷ്യത്തിലാണെന്ന് പറഞ്ഞെങ്കിൽ ആർ യു ആംഗ്രി വിത്ത് മീ? എന്നോട് വിത്ത് മീ. ആർ യു ആംഗ്രി വിത്ത് മീ? ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രവൃത്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അതും ഇതുപോലെ തന്നെ. ആർ യു സിംഗിങ്? നീ പാടിക്കൊണ്ടിരിക്കുകയാണോ? ആർ യു സിംഗിങ്? ഒരു പാട്ട് കേൾക്കാണ്ടല്ലോ. ആർ യു സിംഗിങ്? അപ്പോൾ അങ്ങനത്തെ 2 സെൻറ്റൻസ്. അവൾ ഉറങ്ങുകയാണോ? ഇസ് ഷീ സ്ലീപ്പിംഗ്? ഞാൻ അവളോട് ഇരുന്ന് പഠിക്കണം എന്ന് പറഞ്ഞതാണ്. ഒന്ന് നോക്കി അവൾ എന്താ റൂമിൽ ചെയ്യണേന്ന്. ഇസ് ഷീ സ്ലീപ്പിംഗ്? അങ്ങനെ. അപ്പോൾ നമ്മൾ കുറച്ചധികം സെൻറ്റൻസുകൾ ഇപ്പോൾ ടൈപ്പ് പഠിച്ചു. വളരെ കോർ സെൻറ്റൻസുകളുണ്ടോ. ഇതൊക്കെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പിന്നെ ടെൻഷൻ വരില്ല. ഞാൻ എൻ്റെ മാക്സിമം കഴിയാവുന്ന രീതിയിലൊക്കെ പഠിപ്പിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ വെള്ളം കുടിച്ചു അല്ലേ, ശരിക്കും ലിറ്ററലി വെള്ളം കുടിച്ചു അല്ലേ. ലിറ്ററലി എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുകയാണ്. പഠിച്ചില്ല എന്ന് പറയരുത്, മനസ്സിലായില്ല എന്ന് പറയരുത്. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാണ്ട് കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ ഞാൻ കാണുമ്പോൾ ഞാനത് ഒന്നില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയും, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണെങ്കിൽ, അല്ലെങ്കിൽ പറ്റണമെങ്കിൽ അപ്പം തന്നെ ആ കോമൻറ്റിന് തന്നെ റിപ്ലൈ തരാം കേട്ടോ. എല്ലാവർക്കും നന്നായി മനസ്സിലായി പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കണു. അയ്യോ, എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ഇംഗ്ലീഷ് ശരിയാക്കാം കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട. ഈ സീരീസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ടാണ് ഇത് കാണണമെങ്കിൽ മറ്റേ 16 വീഡിയോയുടെ ഒരു ബിഗിനേഴ്സ് സീരീസ് ഉണ്ടല്ലോ, അതും കൂടെ കണ്ടു തീർക്കുക. അത് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വരും കേട്ടോ. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ ഉത്തരം പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുക. ഹോംവർക്കായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളില്ലേ, അതിന് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.